ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാന വികാരിയച്ച, ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമേ തന്നെ ഏവർക്കും പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പരിശുദ്ധ ത്രിത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി കാണപ്പെടുന്ന ഒരു ദൈവിക രഹസ്യമാണിത്. ഗ്രീക്കിൽ ത്രിയാസം എന്നും ലത്തീനിൽ ത്രീതാസം എന്നുമാണ് പരിശുദ്ധ ത്രിത്വത്തെ വിളിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് സഭ പ്രാധാന്യം നൽകുന്ന സ്ലീഹാകാലത്തിന്റെ 2ാം ഞായറാഴ്ചയാണ് സഭയിൽ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. AD 820 എസ്തപ്പാനോസ് മെത്രാനാണ് സഭയിൽ ഈ തിരുനാളിന് ആരംഭം കുറിച്ചത്. പിന്നീട് 22ാം യോഹന്നാൻ മാർപ്പാപ്പ പെന്തക്കോസ്ത് തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ക്രൈസ്തവ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അഗാധ തലത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന സ്നേഹത്തിന്റെ അനുഭവമാണ് പരിശുദ്ധ ത്രിത്വാനുഭവം. ഒരിക്കൽ വിശുദ്ധ അഗസ്റ്റിൻ പരിശുദ്ധ ത്രിത്വത്തെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാമെന്ന ചിന്തയിൽ നടന്നു നീങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ചെറിയൊരു ബാലൻ കടൽ തീരത്ത് ചെറിയൊരു കുഴിയുണ്ടാക്കി കടലിലെ വെള്ളം വറ്റിക്കുന്നു. ഇത് കണ്ടപ്പോൾ വിശുദ്ധ അഗസ്റ്റിന് പുച്ഛമാണ് തോന്നിയത്. ഹേ കുട്ടി, എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? ഈ ചെറിയ കക്ക കൊണ്ട് കടലിലെ വെള്ളം മുഴുവൻ വറ്റിക്കാമെന്നാണോ നീ കരുതുന്നത്? ഇത് കേട്ടപ്പോൾ കുട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ആർക്കും ഉൾക്കൊള്ളാനാകാത്ത പരിശുദ്ധ ത്രിത്വാനുഭവത്തെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച നീയാണ് എന്നേക്കാൾ വലിയ മണ്ടൻ. ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ, പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ്, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ് പുത്രൻ. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. ത്രിത്വത്തിലെ ഓരോ വ്യക്തിയിലും ദൈവിക സത്ത, ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരെ 3 വ്യക്തികളായി കാണുകയോ അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയായി കണ്ട് പ്രാർത്ഥിച്ച് ദൈവാനുഭവ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഇലക്ട്രിക് പവർ നമുക്ക് കാണാൻ സാധിക്കുകയില്ല, എന്നാൽ അത് നിർവഹിക്കുന്ന ദൗത്യത്തെ നമുക്ക് കാണാം. ഒരേ ഇലക്ട്രിക്കൽ പവർ തന്നെയാണ് ഫാനിലും AC-യിലും ഫ്രിഡ്ജിലും പ്രവർത്തിക്കുന്നത്. ഫാൻ കറങ്ങിയും AC അന്തരീക്ഷത്തെ തണുപ്പിച്ചും ഫ്രിഡ്ജ് സാധനങ്ങളെ തണുപ്പിച്ചും വ്യത്യസ്തമായ ദൗത്യം ചെയ്യുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത ദൗത്യം പ്രദർശിപ്പിക്കുന്ന പരിശുദ്ധ ത്രിത്വവും ഒന്നു തന്നെയാണ്. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ത്രിത്വാനുഭവത്തിന് വ്യക്തിപരവും സമൂഹപരമായ കാഴ്ചപ്പാടുകളുണ്ട്. വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ പരിശുദ്ധ ത്രിത്വത്തോട് നമുക്ക് സംസാരിക്കുകയും വ്യക്തിപരമായ അനുഭവം സ്വന്തമാക്കുകയും ചെയ്യാം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പിതാവായ ദൈവത്തെയും അപ്പച്ചനായും പുത്രനായ ഈശോയെ മണവാളനായും പരിശുദ്ധാത്മാവിനെ കൂട്ടുകാരനുമായി കണ്ടുകൊണ്ട് സംസാരിക്കുകയും ദൈവാനുഭവ സ്നേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. സമൂഹപരമായ കാഴ്ചപ്പാടിൽ സമൂഹത്തെയും കുടുംബത്തെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും നന്മയുടെയും അവസ്ഥയിലേക്ക് ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. പ്രിയരെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്കും ചിന്തിക്കാം, പരിശുദ്ധ ത്രിത്വവും നാമും തമ്മിലുള്ള ബന്ധം ഏത് വിധത്തിലുള്ളതാണെന്ന്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഈ ഇടവകയിലും നിത്യപ്രകാശമായി പരിശുദ്ധ ത്രിത്വം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.